പ്രപഞ്ചം, എണ്ണിയാലൊതുങ്ങാത്ത കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, അവയെ ചുറ്റുന്ന കോടാനുകോടി ഗ്രഹങ്ങൾ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ചെറുതും വലുതുമായ അനേകം ഗാലക്സികൾ, ഈ ഗാലക്സികളെ ഉൾക്കൊള്ളുന്ന ഗാലക്സികളുടെ ഗ്രൂപ്പുകൾ. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത എന്തെല്ലാം വിസ്മയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചത്തിന് എത്ര വയസ്സായി കാണും? ഈ പ്രപഞ്ചം രൂപം കൊണ്ടിട്ട് ഏകദേശം 1380 കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. വെറും ശൂന്യതയിൽ നിന്നും ഈ പ്രപഞ്ചം എങ്ങനെയായിരിക്കും രൂപം കൊണ്ടത്? ഈ നീണ്ട കാലഘട്ടങ്ങളിൽ പ്രപഞ്ചം എങ്ങനെയായിരിക്കും വളർന്നു വന്നത്? പ്രപഞ്ചത്തിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആകാശഗംഗയും സൂര്യനും നമ്മുടെ ഭൂമിയുമെല്ലാം എപ്പോഴായിരിക്കും രൂപം കൊണ്ടത്? ഇതെല്ലാം നമ്മൾ അറിയാൻ പോവുകയാണ് പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ ചരിത്രത്തിലൂടെ. ഇന്നും വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി കാണണമെങ്കിൽ നമ്മൾ കോടാനുകോടി വർഷങ്ങൾക്ക് പിന്നോട്ട് പോകണം. 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു തരത്തിലുമുള്ള മാറ്ററുകളോ എനർജിയോ സ്പേസോ ടൈമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? ഒരുപാട് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗാലക്സികളിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ റെഡ് ഷിഫ്റ്റ് അളക്കുന്നതിലൂടെ അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രപഞ്ചത്തിൻ്റെ വികാസത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അങ്ങനെ ഇന്നത്തെ അപേക്ഷിച്ച് പ്രപഞ്ചം എത്രമാത്രം ചെറുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ലോകപ്രശസ്തമായ റിലേറ്റിവിറ്റി തിയറിയും ക്വാണ്ടം മെക്കാനിക്സും ഉപയോഗിച്ച് പ്രപഞ്ചവികാസത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള അവസ്ഥകളും താപനിലയും വരെ നമുക്ക് വളരെ കൃത്യമായി തന്നെ കണക്കാക്കിയെടുക്കാൻ സാധിക്കും. ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കിക്കാണുന്നതും മനസ്സിലാക്കുന്നതും ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നതും ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിട്ടുള്ളതുമായ അതിശക്തമായ ടെലസ്കോപ്പുകളുടെ സഹായത്തോടെയാണ്. അനേകം പ്രകാശവർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ധാരാളം ഗ്രഹങ്ങളെയും ഗാലക്സികളെയും നമ്മൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഗ്രഹങ്ങളുടെയും ഗാലക്സികളുടെയും അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. 1,00,000 പ്രകാശവർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 1,00,000 വർഷത്തോളം പ്രകാശം സഞ്ചരിച്ച് നമുക്ക് സമീപത്തെത്തിയ ശേഷം മാത്രമാണ്. അതായത് 1,00,000 വർഷം മുമ്പുള്ള ആ ഗാലക്സിയുടെ അവസ്ഥ. മറ്റൊരർത്ഥത്തിൽ പറയുകയാണ് എങ്കിൽ അങ്ങനെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1,00,000 വർഷം മുമ്പുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന അതിശക്തിയേറിയ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് 600 കോടി വർഷം പ്രായമുള്ള പ്രപഞ്ചത്തെയും ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിരിക്കുന്ന ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് 50 കോടി വർഷം പ്രായമുള്ള പ്രപഞ്ചത്തെയും കാണുവാൻ സാധിക്കും. ഏറ്റവും ശക്തിയേറിയ സ്പേസ് ടെലസ്കോപ്പായ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഈ പ്രപഞ്ചം രൂപം കൊണ്ട കാലഘട്ടത്തെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കോടാനുകോടി വർഷങ്ങൾക്കപ്പുറത്തുള്ള പ്രപഞ്ചത്തെ വരെ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രപഞ്ചം ഉത്ഭവിച്ച ആ കാലത്തേക്ക് പോകാം. അന്ന് ഭൂമിയില്ല, നക്ഷത്രങ്ങളില്ല, ബഹിരാകാശമില്ല, വായുവോ സമയമോ പ്രകാശമോ ഒന്നുമില്ല. ശൂന്യത എന്ന് പോലും പറയാൻ സാധിക്കില്ല. കാരണം ശൂന്യമാകണമെങ്കിൽ അതിനൊരു സ്ഥലമെങ്കിലും വേണം. സ്പേസും സമയവും ഉണ്ടാകുന്നതിന് മുൻപ് പ്രപഞ്ചം എന്നത് ഒരു ചെറിയ ബിന്ദു മാത്രമായിരുന്നു. സിംഗുലാരിറ്റി പോയിൻ്റ് എന്നറിയപ്പെടുന്ന ആ ബിന്ദുവിനകത്ത് ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും എല്ലാ ഊർജവും അടങ്ങിയിരുന്നു. അതായത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിലും ഒരുപാട് കൂടുതലായിരുന്നു ആ ബിന്ദുവിൻ്റെ സാന്ദ്രതയും താപനിലയും. അത്രയും വലിയ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും മൂലം ആ ബിന്ദു വികസിക്കാൻ തുടങ്ങി. ഈ വികാസമാണ് മഹാവിസ്ഫോടനം എന്ന ബിഗ് ബാങ്. ബിഗ് ബാങ് ഒരിക്കലും ഒരു പൊട്ടിത്തെറിയല്ല, അത് സിംഗുലാരിറ്റി പോയിന്റിൽ നിന്നുമുള്ള വികാസമാണ്. ഈ മഹാവിസ്ഫോടനം സംഭവിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ താപനില 1000 കോടി സെൽഷ്യസിലും കൂടുതൽ കുറഞ്ഞു. അതോടൊപ്പം ഉണ്ടായിരുന്ന ഊർജം പദാർത്ഥങ്ങളായി മാറാൻ തുടങ്ങി. അങ്ങനെ തണുത്ത് ഒരുപാട് ചെറിയ കണങ്ങൾ രൂപം കൊണ്ടു. ന്യൂട്രീനുകളും ഇലക്ട്രോണുകളും ഉണ്ടായി. അതിനു പുറമെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടായി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും പ്രപഞ്ചത്തിൻ്റെ താപനില കുറഞ്ഞ് 100 കോടി ഡിഗ്രി സെൽഷ്യസായി മാറി. അതോടെ പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്ന വേഗതയും കുറഞ്ഞു.
അതിൻ്റെ ഫലമായി പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും വേഗത കുറയുകയും അവ തമ്മിൽ കൂടിച്ചേരുകയും ചെയ്തു. അങ്ങനെ ഒരാറ്റത്തിൻ്റെ ആദ്യത്തെ ന്യൂക്ലിയ രൂപം കൊണ്ടു. ആദ്യമായി രൂപം കൊണ്ടത് ഹൈഡ്രജൻ്റെ ന്യൂക്ലിയ ആയിരുന്നു. ന്യൂക്ലിയോ സിന്തസിസ് എന്നാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂക്ലിയകൾ കൂടിച്ചേർന്ന് ഹീലിയത്തിൻ്റെ ന്യൂക്ലിയ ഉണ്ടാകുന്നത്. വീണ്ടും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ന്യൂക്ലിയോ സിന്തസിസ് എന്ന കാലഘട്ടം തന്നെ അവസാനിച്ചു. ന്യൂക്ലിയസുകൾക്ക് പിന്നീട് ഒന്നും തന്നെ സംഭവിക്കാതെ ഈ പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ എലമെൻറ്റുകൾ ഹൈഡ്രജനും ഹീലിയവുമാണ്. അടുത്ത 10 ലക്ഷം വർഷങ്ങളോളം ഇങ്ങനെ തന്നെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരുന്നു. പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഈ താപനില കുറയുന്നതിനനുസരിച്ച് ന്യൂക്ലിയസുകളുടെയും ഇലക്ട്രോണുകളുടെയും വേഗതയും കുറഞ്ഞു. അങ്ങനെ വേഗത കുറഞ്ഞ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ അതിജീവിക്കാൻ സാധിക്കാതെ വരികയും അതിൻ്റെ ഫലമായി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ഒരാറ്റമുണ്ടാകുന്നത്. ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ചില ഭാഗങ്ങളിൽ പദാർത്ഥങ്ങൾ കൂട്ടം ചേർന്ന് നിൽക്കാൻ തുടങ്ങി. അവയ്ക്കിടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ ഫലമായി കൂട്ടം ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലെ പദാർത്ഥങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുമുണ്ട്. ഇതുപോലെ പദാർത്ഥങ്ങൾ കൂട്ടമായി നിൽക്കുന്ന മേഖലകൾ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തും രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. അവയിൽ ഓരോന്നിലും ശക്തമായ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഉള്ളതുകൊണ്ടും ധാരാളം പദാർത്ഥങ്ങൾ കൂട്ടമായി ഉള്ളതുകൊണ്ടും ആ മേഖലകളെല്ലാം സ്വയം കറങ്ങാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി ആ മേഖലകളിലെ പദാർത്ഥങ്ങളെല്ലാം അടുത്തടുത്ത് തുടങ്ങി. അങ്ങനെ ആ പദാർത്ഥങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നും ഗ്രാവിറ്റേഷണൽ പുള്ള് വർദ്ധിച്ചു. ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ആ മേഖലകളുടെ കറക്കം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അമിത വേഗതയിൽ കറങ്ങിക്കൊണ്ടിരുന്ന ആ പദാർത്ഥങ്ങളുടെ കൂട്ടമാണ് ആദ്യമായി ഡിസ്ക് ഷേപ്പിലുള്ള റൊട്ടേറ്റിംഗ് ഗാലക്സികളായി മാറുന്നത്. എന്നാൽ ചില മേഖലയിലുള്ള പദാർത്ഥ കൂട്ടങ്ങൾക്ക് ഇത്ര വേഗതയിൽ കറങ്ങാൻ സാധിച്ചിരുന്നില്ല. ആ മേഖലകളെല്ലാം ഓവൽ ഷേപ്പുള്ള എലിപ്റ്റിക്കൽ ഗാലക്സികളായി മാറി. ആദ്യത്തെ ഗാലക്സികൾ രൂപം കൊണ്ട ഈ സമയം പ്രപഞ്ചത്തിൻ്റെ പ്രായം എന്നത് 10 ലക്ഷം വർഷങ്ങളായിരുന്നു. പ്രപഞ്ചത്തിലെ ഈ ഗാലക്സികൾക്കുള്ളിലുണ്ടായിരുന്നത് പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവുമാണ്. അതിശക്തിയേറിയ ഗ്രാവിറ്റേഷണൽ പുള്ളു മൂലം ഗാലക്സികൾക്കുള്ളിലുള്ള താപനില കൂടി വന്നു. ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ താപനില അമിതമായി വർദ്ധിക്കുകയും ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് നടക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അമിതമായ താപനിലയും പ്രകാശവും ഉണ്ടായി. അങ്ങനെ നക്ഷത്രങ്ങൾ രൂപം കൊണ്ടു. ഈ പ്രവർത്തനം പ്രപഞ്ചത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗാലക്സികളിൽ വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ടായി. ഈ നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത് ഫ്യൂഷൻ റിയാക്ഷൻ്റെയും ഗുരുത്വാകർഷണ ബലത്തിൻ്റെയും സന്തുലിത അവസ്ഥയുള്ളതുകൊണ്ടാണ്. നക്ഷത്രങ്ങളുടെ കോർ ഭാഗത്താണ് ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇതുമൂലമുണ്ടാകുന്ന ഊർജത്തിൻ്റെ ഫലമായി നക്ഷത്രങ്ങൾ പുറത്തേക്ക് വികസിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഗുരുത്വാകർഷണ ബലം നക്ഷത്രത്തെ കേന്ദ്രഭാഗത്തേക്ക് വലിച്ചെടുപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ രണ്ട് പ്രവൃത്തികളും ഒരേപോലെ സന്തുലിതമായി തുടരുന്നത് കൊണ്ടാണ് നമ്മുടെ സൂര്യൻ അടക്കമുള്ള സകല നക്ഷത്രങ്ങളും ഇതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. നക്ഷത്രങ്ങളുടെ മധ്യഭാഗത്തുള്ള ഇന്ധനം ഹൈഡ്രജനാണ്. ഇത് തീർന്നു തുടങ്ങുമ്പോൾ പുറത്തേക്കുള്ള ഭാഗങ്ങളിലെ ഫ്യൂഷൻ റിയാക്ഷൻ ആരംഭിക്കും. അതിൻ്റെ ഫലമായി നക്ഷത്രങ്ങൾ വീണ്ടും വലുതാകാൻ തുടങ്ങും. അങ്ങനെ അവസാനം ഈ ഇന്ധനം പരിപൂർണമായും തീർന്നു കഴിയുമ്പോൾ നക്ഷത്രങ്ങളിലെ ഫ്യൂഷൻ റിയാക്ഷൻ അവസാനിക്കും. ഗുരുത്വാകർഷണ ബലവും ഫ്യൂഷൻ റിയാക്ഷനും തമ്മിലുള്ള സന്തുലിത അവസ്ഥ അതോടെ തകരുകയും ചെയ്യും. അതിൻ്റെ ഫലമായി ഗുരുത്വാകർഷണ ബലം മൂലം കോർ ഭാഗം മുഴുവൻ ഉള്ളിലേക്ക് ചുരുങ്ങാൻ തുടങ്ങും. നമ്മുടെ സൂര്യനേക്കാൾ 5 മടങ്ങ് മുതൽ 20 മടങ്ങ് വരെ മാസ് കൂടിയ നക്ഷത്രങ്ങളാണെങ്കിൽ ഈ സമയത്ത് പൊട്ടിത്തെറിച്ച് സൂപ്പർനോവയായി മാറും. പുറംഭാഗം മുഴുവൻ ബഹിരാകാശത്തേക്ക് ചുരുങ്ങിപ്പോവുകയും കോർ ഭാഗം ന്യൂട്രോൺ സ്റ്റാറായി മാറുകയും ചെയ്യും. ഇനി സൂര്യനെ പോലെ തന്നെ മാസുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ ഈ സമയത്ത് പുറംഭാഗം മുഴുവൻ വികസിച്ച് നശിച്ചു പോവുകയും അവസാനം അതിൻ്റെ കോർ ഭാഗം ഒരു വെള്ളക്കുള്ളൻ അഥവാ വൈറ്റ് ഡ്വാർഫായി മാറുകയും ചെയ്യും. എന്നാൽ സൂര്യനേക്കാളും 20 മടങ്ങിലും കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങൾക്ക് ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. സൂര്യനേക്കാളും 20 മടങ്ങിലും കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങളിലെ ഫ്യൂഷൻ പ്രവർത്തനം അവസാനിച്ച ശേഷം അതിതീവ്രമായ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയിൽ ഇത്തരം നക്ഷത്രങ്ങളുടെ കോറ് നിമിഷ നേരങ്ങൾ കൊണ്ട് ചുരുങ്ങി ചെറുതാവുകയും അത് പിന്നീട് ഒരു ബ്ലാക്ക് ഹോളായി മാറുകയുമാണ് ചെയ്യുന്നത്. പൊട്ടിത്തെറിച്ചുപോയ സൂപ്പർനോവയിൽ നിന്നും ഡെൻസിറ്റി കൂടിയ പദാർത്ഥങ്ങൾ കൂടിച്ചേർന്ന് വീണ്ടും പുതിയ നക്ഷത്രങ്ങൾ ജനിക്കും. ഇതുപോലെ 2 or 3 സൂപ്പർനോവകൾ സംഭവിച്ച ശേഷം രൂപപ്പെട്ട നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ.
സൂര്യൻ പിറവിയെടുക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രകാശവർഷത്തിൻ്റെ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്ന വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ നെബുലയിൽ നിന്നുമാണ് ഈ സൂര്യനും സൗരയൂഥവും രൂപപ്പെടുന്നത്. ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് വ്യാപിച്ചു കിടന്നിരുന്ന ഈ പൊടിപടലങ്ങളും വാതകങ്ങളും ഗുരുത്വാകർഷണ ബലം മൂലം ഒന്നിച്ചു ചേരാൻ തുടങ്ങി. അങ്ങനെ പ്രകാശവർഷത്തോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്നിരുന്ന ഈ നെബുലയുടെ വലിപ്പം കുറയാൻ തുടങ്ങി. അതിലെ 99.8% പദാർത്ഥങ്ങളും മധ്യഭാഗത്തേക്ക് കൂടിച്ചേർന്നു. അവിടെ സമ്മർദ്ദം വർദ്ധിച്ചു. കാലങ്ങൾ കഴിയുന്തോറും അമിത സമ്മർദ്ദം മൂലം പദാർത്ഥങ്ങളെല്ലാം ഞെരിഞ്ഞമർന്ന് ഫ്യൂഷൻ റിയാക്ഷൻ എന്ന പ്രക്രിയ ആരംഭിച്ചു. അങ്ങനെയാണ് സൂര്യൻ പിറവിയെടുക്കുന്നത്. മിച്ചമുണ്ടായിരുന്ന 0.2% വാതകങ്ങളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൽക്കകളും രൂപം പ്രാപിക്കുകയും അവ സൂര്യനെ വലം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സൗരയൂഥം രൂപം കൊണ്ടു. അതിലെ ഒരു ഗ്രഹമായിരുന്നു നമ്മുടെ ഭൂമി. ഭൂമി രൂപം കൊണ്ട ആ കാലഘട്ടത്തെ ഹെയ്ഡൻ യുഗം എന്നാണ് വിളിക്കുന്നത്. 460 കോടി വർഷങ്ങൾക്കും 400 കോടി വർഷങ്ങൾക്കും ഇടയിലാണ് ആ കാലഘട്ടം. അന്ന് ഭൂമി വെറും ഒരു പാറക്കല്ല് മാത്രമായിരുന്നു. ചുറ്റുമുണ്ടായിരുന്ന റേഡിയേഷനുകൾ മൂലം ഭൂമിയുടെ ഉപരിതലം ചുട്ടുപഴുക്കാൻ തുടങ്ങി. നിരന്തരം വലിയ ഉൽക്കകളും ധൂമകേതുക്കളും ഭൂമിയുടെ ഉപരിതലത്തിൽ വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അങ്ങോട്ട് കാലങ്ങളോളം അഗ്നിപർവ്വതങ്ങളെല്ലാം പൊട്ടിത്തെറിച്ച് ഉപരിതലം മുഴുവൻ ലാവയാൽ നിറഞ്ഞ് ഭൂമി വെന്തുരുകി. അക്ഷരാർത്ഥത്തിൽ ഒരു നരകമായിരുന്നു അന്ന് നമ്മുടെ ഈ ഭൂമി. വളരെ വേഗതയിലായിരുന്നു അന്ന് ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരുന്നത്. അന്നത്തെ ഭൂമിയിലെ ഒരു ദിവസം എന്നത് വെറും 4 മണിക്കൂർ മാത്രമായിരുന്നു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചതിൻ്റെ ഫലമായി പുറത്തു വരുന്ന പുകയും മറ്റു പൊടിപടലങ്ങളും നിറഞ്ഞതായിരുന്നു ഭൂമിയുടെ അന്തരീക്ഷം. അതിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. കാലങ്ങൾ കഴിയുന്തോറും ഉപരിതലത്തിലുള്ള കട്ടികൂടിയ പദാർത്ഥങ്ങളെല്ലാം ഭൂമിയുടെ കേന്ദ്രഭാഗത്തേക്ക് പോയി. അങ്ങനെ ഉപരിതലം തണുക്കാൻ തുടങ്ങി. ഭൂമിയുടെ ഉപരിതലം തണുത്തു തുടങ്ങിയപ്പോഴാണ് ഇന്നത്തെ ചൊവ്വയുടെ അത്രയും വലിപ്പമുള്ള തീയ എന്നൊരു ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നത്. തീയയുടെ വലിയൊരു ഭാഗം ഭൂമിയുമായി അന്ന് കൂടിച്ചേർന്നു. ആ ഉഗ്ര ഇടിയിൽ ഭൂമിയുടെയും തീയയുടെയും കുറച്ചു ഭാഗം പൊടിഞ്ഞു പോവുകയും ആ പൊടിപടലങ്ങളെല്ലാം ഭൂമിക്ക് ചുറ്റും വലിയ വലയം എന്ന പോലെ ഭ്രമണം ചെയ്യുകയും ചെയ്തു. കാലങ്ങൾ കഴിയുന്തോറും ആ പൊടിപടലങ്ങൾ കൂടിച്ചേർന്ന് ഒരു ഗോളമായി മാറി. അങ്ങനെ ഈ അവശിഷ്ടങ്ങളാണ് കാലക്രമേണ കൂടിച്ചേർന്ന് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനായി മാറിയത്. അന്ന് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വെറും 23,000 കിലോമീറ്റർ മാത്രം അകലത്തിലായിരുന്നു. ഈ ചന്ദ്രൻ ജനിച്ച ശേഷമാണ് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറയുന്നത്. പിന്നീട് പതിയെ പതിയെ ഭൂമിയുടെ ഉപരിതലം തണുക്കാൻ തുടങ്ങി. അങ്ങനെ ഭൂമി, കോർ, മാൻഡ്രിൽ, ക്രസ്റ്റ് എന്നീ പടലങ്ങൾ രൂപം കൊണ്ടു. ഭൂമിയുടെ ഉപരിതലം അങ്ങനെ തണുത്തു തുടങ്ങിയത് ഹെയ്ഡൻ യുഗത്തിൻ്റെ അവസാന സമയത്തായിരുന്നു. പിന്നീട് ഭൂമിയുടെ ഉപരിതലം മുഴുവൻ തണുത്തുറഞ്ഞ് പരിപൂർണമായും ഖരരൂപമായി മാറി. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ സംഭവിച്ചത്. അടുത്ത 150 കോടി വർഷങ്ങൾ ആർക്കിയൻ യുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് ഭൂമിയുടെ അന്തരീക്ഷം കട്ടികൂടിയതായിരുന്നു. എന്നാൽ അത് ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡും ധാരാളം വിഷവാതകങ്ങളും നിറഞ്ഞതായിരുന്നു. അന്ന് സൂര്യന് ഇന്നത്തേതുപോലെ പ്രകാശമുണ്ടായിരുന്നില്ല. ഇന്നത്തെ സൂര്യൻ്റെ പ്രകാശം വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അന്ന് വെറും 30% പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ പ്രകാശത്തിലും കൂടുതൽ ഇരുട്ടായിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗതയെ കുറച്ചു. അങ്ങനെ തൻ്റെ അച്ചുതണ്ടിൽ ഭൂമിക്ക് ഒരു വട്ടം കറങ്ങി വരുന്നതിനുള്ള സമയം 4 മണിക്കൂറിൽ നിന്നും 10 മണിക്കൂറായി മാറി. കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നീരാവി മൂലം കാർമേഘങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ കാർമേഘങ്ങളെല്ലാം മഴയായി മാറി നിലയ്ക്കാതെ പെയ്തുകൊണ്ടേയിരുന്നു കോടിക്കണക്കിന് വർഷങ്ങളോളം. 380 കോടി വർഷങ്ങൾക്കും 360 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഭൂമിയിൽ ആദ്യമായി സമുദ്രം രൂപം കൊണ്ടു. അതിനോടൊപ്പം തന്നെ ആദ്യത്തെ ഭൂഖണ്ഡവും രൂപം കൊണ്ടു. വാൽബാറ എന്ന ഭൂഖണ്ഡമായിരുന്നു അത്. ഇന്ന് ഭൂമിയിലുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന വലിയ ഒരു ഭൂഖണ്ഡം. അതേ സമയത്ത് തന്നെയാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉത്ഭവിക്കുന്നതും. പല രാസപ്രവർത്തനങ്ങളുടെയും അനന്തരഫലമായി ഏകകോശ ജീവികളുണ്ടായി. അവ പ്രകാശം ഉപയോഗിച്ച് ജീവിക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്തു. ജീവവായുവായ ഓക്സിജനെ ആദ്യമായി ഭൂമിക്ക് നൽകുന്നത് ഈ ഏകകോശ ജീവികളാണ്. കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറഞ്ഞു തുടങ്ങി.
ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലുള്ളത് നൈട്രജൻ ആണ് എങ്കിൽ അന്ന് അത് മീഥൈൻ ആയിരുന്നു. മീഥൈനും ഓക്സിജനും കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമുണ്ടായി. അങ്ങനെ ഭൂമി വീണ്ടും തണുത്തുറയാൻ തുടങ്ങി. ഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാലഘട്ടമായിരുന്നു അത്. 250 കോടി വർഷം മുതൽ 54 കോടി വർഷം വരെ നീണ്ടുനിന്ന പ്രൊട്ടറോസോയിക് യുഗം. ഭൂമിയിൽ ആദ്യമായി ബഹുകോശ ജീവികൾ ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. സൂര്യൻ്റെ അതിമാരകമായ കിരണങ്ങൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് കടന്നെത്താൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അന്ന് ജീവൻ നിലനിന്നിരുന്നത് കടലിൽ മാത്രമായിരുന്നു. ഈ യുഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അന്തരീക്ഷത്തിലെ മീഥേൻ ഗ്യാസ് നശിച്ചു തുടങ്ങിയതുകൊണ്ട് ഭൂമി വീണ്ടും തണുത്തുറയാൻ തുടങ്ങി. അങ്ങനെ പിറവിയെടുത്ത് 200 കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഒരു മഞ്ഞുകട്ടയായി മാറി. അടുത്ത 30 കോടി വർഷത്തോളം ഭൂമി മുഴുവൻ മഞ്ഞുമൂടി കിടക്കുകയായിരുന്നു. പിന്നീട് സൂര്യപ്രകാശത്തിൻ്റെ ശക്തിയും ഭൂമിയുടെ ഭ്രമണപഥവും മൂലം ഈ മഞ്ഞുകാലം മാറി ചൂടുകാലം തുടങ്ങി. അങ്ങനെ ഭൂമി മരുഭൂമിയായി മാറി. അതിനുശേഷം വീണ്ടും ഭൂമി ഒരു മഞ്ഞുകട്ടയായി. നീണ്ട 60 കോടി വർഷ കാലഘട്ടങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിൽ മുഴുവൻ ഓക്സിജൻ നിറഞ്ഞു. ഓക്സിജന്റെ അളവ് വർദ്ധിച്ചതോടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കട്ടിയേറിയ ഒരു ഓസോൺ പാളി രൂപം കൊണ്ടു. സൂര്യൻ്റെ മാരകകിരണങ്ങളിൽ നിന്നും ഓസോൺ പാളി സംരക്ഷണം തീർത്തു തുടങ്ങിയപ്പോഴാണ് ജീവൻ കരയിലേക്ക് കയറിയത്. ഫംഗസ് പോലെയുള്ള ജീവികളും മറ്റു സൂക്ഷ്മജീവികളുമായിരുന്നു ആദ്യം കരയിലേക്ക് കയറി വന്നത്. ഈ യുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് 54 കോടി വർഷങ്ങൾക്ക് മുൻപ്, ചന്ദ്രൻ ഭൂമിയിൽ നിന്നും 1.5 ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള അകലത്തിലെത്തി. അതുകൊണ്ട് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറഞ്ഞ് ഒരു ദിവസം 21 മണിക്കൂറായി മാറി. ഭൂഖണ്ഡങ്ങൾ പലതവണ ഒരുമിച്ച് കൂടുകയും വേർതിരിഞ്ഞു പോവുകയും ചെയ്തു. ഇത് മറ്റൊരു യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ഫെനറോസോയിക് യുഗം. കരയിലും കടലിലുമായി വൈവിധ്യമാർന്ന പല ജീവജാലങ്ങൾ ഉണ്ടായതും അവ ലോകം മുഴുവൻ വ്യാപിച്ചതും ഈ യുഗത്തിലാണ്. വലിയ വംശനാശങ്ങൾ സംഭവിച്ചതും ദിനോസറുകൾ ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്നതും ഈ യുഗത്തിൽ തന്നെയാണ്. ഈ യുഗത്തിൻ്റെ ആരംഭത്തിലാണ് ഭൂമിയുടെ കര മുഴുവൻ ജീവൻ വ്യാപിച്ചു തുടങ്ങുന്നത്. ഭൂമിയുടെ അന്തരീക്ഷവും ഉപരിതലവും ആവാസ വ്യവസ്ഥകളും എല്ലാം ആകെ മാറ്റിമറിച്ച് ഭൂമിയെ മനോഹരമായ പുതിയൊരു ഗ്രഹമാക്കി മാറ്റിയ യുഗമായിരുന്നു ഇത്. ഈ യുഗത്തിൻ്റെ തുടക്കത്തിൽ ഭൂമിയിലുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഗുഡ്വാന എന്ന വലിയൊരു ഭൂഖണ്ഡം രൂപം കൊണ്ടു. കരയിൽ മുഴുവൻ സസ്യങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. കാലങ്ങൾ കഴിയുന്തോറും കടലിലെ ജീവികൾ കരയിലേക്കും കയറി. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ഉഭയജീവികളായിരുന്നു അവ. പിന്നീട് ഉരകജീവികൾ രൂപം കൊണ്ടു. ഉരകങ്ങളുടെ രാജാക്കന്മാരായിരുന്ന ദിനോസറുകൾ ലോകം മുഴുവൻ വ്യാപിച്ചു. ദിനോസറുകൾ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തെ ജുറാസിക് കാലം എന്നാണ് പറയുന്നത്. 20 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ആദ്യമായി പക്ഷികൾ പറക്കുന്നത്. മരക്കൊമ്പുകളിൽ ജീവിച്ചിരുന്ന ടെറോപാഡ് എന്ന ഇനത്തിൽപ്പെട്ട ദിനോസറുകളിൽ നിന്നാണ് ചിറകടിച്ചുയരുന്ന ആദ്യത്തെ പക്ഷികൾ ഉണ്ടാകുന്നത്. 15 കോടി വർഷങ്ങൾക്കും 6 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ മാംസബുക്കുകളായ ഭീമൻ ദിനോസറുകൾ വാണിരുന്നു. ആ സമയത്ത് വലിയൊരു ഉൽക്ക ഭൂമിയിൽ പതിക്കുകയും ആവാസ വ്യവസ്ഥകളെല്ലാം തകിടം മറിക്കുകയും ചെയ്തു. അത് ഭൂമിയിൽ അന്നുണ്ടായിരുന്ന 75% ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിപ്പിച്ചു. ദിനോസറുകളുടെ കാലത്തിനു ശേഷം ഭൂമിയിൽ സസ്തനികൾ വളരുവാനും രൂപാന്തരം പ്രാപിക്കുവാനും തുടങ്ങി. ഏകദേശം 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടാണ് മനുഷ്യൻ രൂപപ്പെട്ടു തുടങ്ങുന്നത്. ഹോമിനിഡ്സുകളിൽ നിന്നുമാണ് മനുഷ്യനും കുരങ്ങുകളും പരിണമിച്ചത്. ശിലായുഗം ആരംഭിച്ചതും മനുഷ്യൻ ആയുധം ഉപയോഗിച്ചു തുടങ്ങിയതും 30 ലക്ഷം വർഷങ്ങൾക്കും 20 ലക്ഷം വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. പിന്നീട് ഏതാനും കാലങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ 2 ലക്ഷം വർഷങ്ങൾക്കും 1 ലക്ഷം വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ആഫ്രിക്കയിലാണ് ഹോമോസാപ്പിയൻസ് എന്ന ഇന്നത്തെ മനുഷ്യൻ രൂപപ്പെടുന്നത്. ഭൂമിയുടെ ഈ വലിയ ചരിത്രത്തിൽ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് എങ്കിലും ഇന്ന് അവൻ ഈ ഭൂമിയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശത്ത് പോലും സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഇന്ന് വരെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെ മുഴുവൻ മനസ്സിലാകുന്നതിനു വേണ്ടി സാധാരണയായി കാണിക്കുന്നത് ഈ ഒരു ചിത്രമാണ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ഇന്നും ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ലോകത്ത് മുഴുവൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളതും ടെലസ്കോപ്പുകൾ വഴിയെല്ലാം കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതും ബിഗ് ബാങ് തിയറിയെ അനുകൂലിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രപഞ്ചത്തിൻ്റെ ആരംഭകാലം വരെ കാണാൻ കഴിവുള്ള അതിശക്തമായ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിലൂടെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും നമുക്കറിയാത്ത പ്രപഞ്ചത്തിലെ ധാരാളം രഹസ്യങ്ങളെക്കുറിച്ചും
അധികം താമസിയാതെ തന്നെ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. പ്രപഞ്ചം രൂപം കൊണ്ടതു മുതൽ ഇന്ന് വരെയുള്ള പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ ചരിത്രം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.